ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡോസ്. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓൾ അബൌട്ട് കോണ്ടാക്ട് ലെൻസ്. പൂച്ചക്കണ്ണ് ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ട് എനിക്ക് ഐശ്വര്യ റായിന്റെ മുതലി കണ്ണു വേണമെന്നൊക്കെ എന്ന് ആഗ്രഹം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ കണ്ണാണ്. നമുക്ക് ജന്മനാ പൂച്ചക്കണ്ണ് കിട്ടിയില്ലെങ്കിലും പൂച്ചക്കണ്ണാക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോണ്ടാക്ട് ലെൻസസ്. പാസ്റ്റ് 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കോണ്ടാക്ട് ലെൻസസ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരാൾക്കാർ ആരാന്ന് വെച്ചാൽ എന്നെ മാതിരി കണ്ണട ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഞാൻ ആകെ ഈ കണ്ണട ഊരി വെക്കുന്നത് കുളിക്കാനും ഉറങ്ങാനും വേണ്ടി മാത്രമാണ്. അല്ലാത്ത സമയങ്ങളിൽ കണ്ണട വെച്ചില്ലെങ്കിൽ ലിറ്ററലി എനിക്ക് കണ്ണ് കാണൂല. എന്നെ മാതിരി ഈ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടത് എനിക്കറിയാം. നല്ല ഒരു മേക്കപ്പ് ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറ്റ് ലാസ്റ്റ് നല്ല കണ്ണൊക്കെ എഴുതി നമ്മൾ കണ്ണട വെക്കേണ്ട അവസ്ഥയാണ്. പോരാതെ ആ കണ്ണട എവിടെയെങ്കിലും ഒന്ന് വെച്ച് ആരെങ്കിലും ഒന്ന് കയറി ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ 10ാമത്തെ കണ്ണടയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഒരു എക്സ്ട്രാ പെയർ എപ്പോഴും നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരവസ്ഥയാണ്. അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് കോണ്ടാക്ട് ലെൻസസ്. നമുക്ക് 2 രീതിയിൽ ഇതിൻ്റെ ടൈപ്സിനെ തരംതിരിക്കാം. ഒന്ന് വന്നിട്ട് കളറിൻ്റെ ബേസിൽ കോണ്ടാക്ട് ലെൻസസ് കളർലെസ്സും ഉണ്ട്, കളേർഡ് ആയിട്ടുള്ളതും. നെക്സ്റ്റ് ടൈപ്പ് വന്നിട്ട് പവർ ബേസ്ഡ് ആണ്. നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും. പവർ ഉള്ളതും ഉണ്ട്, പവർ ഇല്ലാത്തതും ഉണ്ട്. ഇത് രണ്ടും കൂടി കൂടിക്കലർന്നതും ഉണ്ട്. കളറുള്ള എന്നാൽ അതിൽ തന്നെ പവറുള്ള കോണ്ടാക്ട് ലെൻസസും ഉണ്ട്. ഈ ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താണ് ചില്ലിൻ്റെ എന്തെങ്കിലും സംഭവമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ വയ്ക്കുമ്പോൾ വേദനിക്കുമെന്നോ അങ്ങനെയൊക്കെ ഓരോ പേടി നമുക്കുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഒരു തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഒരു തരത്തിൽ നമുക്ക് കണ്ണിന് ഒരു പ്രശ്നവും ഒരു എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ണിൽ വെച്ചതായിട്ടോ ഇത് വെക്കുമ്പോൾ നമുക്ക് ഫീൽ ആവില്ല. അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നുമേ ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മൾ കാലാവധിയെ കുറിച്ചാണ് പറയുന്നത്. കളേർഡ് ആയിട്ടുള്ള ലെൻസ് ഒരു 1 ഡേ യൂസ് ആൻഡ് ത്രോ മാതിരിയുള്ള ലെൻസസ് ഉണ്ട്. അതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള പവേർഡ് ലെൻസ് 1 വർഷം വരെയൊക്കെ കാലാവധി നമുക്കുണ്ട്. കളേർഡ് ആയിട്ടുള്ള ലെൻസും വേണം, എന്നാൽ നമുക്ക് പവറും വേണം. അതിൽ തന്നെ കാലാവധി ഒരു 6 മാസം വരെയാണ്. അങ്ങനെ കളറും പവറും ഒരുമിച്ചുള്ള ലെൻസിന് ഉണ്ടാവുക. പിന്നെ വന്നിട്ട് 3 മാസത്തേക്കൊക്കെ ഉണ്ട്. നമ്മൾ ഡെയിലി വെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് കോണ്ടാക്ട് ലെൻസസിന്റെ സൊല്യൂഷൻ ആണ്. പിന്നെ ഓഫ് കോഴ്സ് ലെൻസ് ആവശ്യമുണ്ട്, കാരണം ലെൻസ് ആണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ലെൻസ് ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ ലെൻസ് ഇട്ട് വെക്കാൻ ഇതുമാതിരി നമുക്കൊരു കണ്ടെയ്നർ ആവശ്യമുണ്ട്. സോ ഇതിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. വേറെ വേറെ പവറുള്ള ലെൻസസ് ഒരേ സാധനത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമുക്ക് ലെൻസ് നോക്കിയിട്ട് അതിൻ്റെ പവർ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് കറക്റ്റായിട്ട് ഓരോ ലെൻസും ഓരോ സൈഡുള്ള സ്ഥലത്ത് ഊരി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ഊരി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രിക്വേഷൻസ്, നമ്മൾ ഈ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ലെൻസ് നമ്മൾ വെയർ ചെയ്യുന്നതിന് മുമ്പ് മുഖവും കൈയും നന്നായിട്ട് വൃത്തിയായി സോപ്പിട്ട് കഴുകണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ വെക്കാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ കയ്യിൽ നമ്മൾ വെച്ചിട്ട് അത് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡ്രൈ ആയി പോകാതെ സൂക്ഷിക്കണം. അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സൊല്യൂഷൻ കൊണ്ട് അത് നനച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ലെൻസ് വെക്കുന്നതിന് മുമ്പ് കുറച്ച് സൊല്യൂഷൻ നമ്മൾ കയ്യിൽ ഒഴിച്ചിട്ട് ആ ലെൻസ് ഒന്ന് ചെറുങ്ങനെ വാഷ് ചെയ്യണം. ആ സൊല്യൂഷനിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കണ്ണിലേക്ക് വെക്കാൻ വേണ്ടി പാടുള്ളൂ. സോക്കറ്റിൽ നമ്മൾ നിറച്ച് ലെൻസ് സൊല്യൂഷൻ ഒഴിച്ചു വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് ലെൻസ് ഇട്ട് വെക്കുക. നമ്മൾ ഊരിയിട്ട് ഇട്ട് വെക്കുന്നത് ഇതിനകത്ത് നിറച്ച് ഒഴിച്ചു വെച്ചിട്ടാണ്. അതൊരാഴ്ചയിൽ 2 തവണയെങ്കിലും ചേഞ്ച് ചെയ്യണം. നെക്സ്റ്റ് പ്രിക്വേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെൻസ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു രാവിലെ നമ്മൾ വെച്ചാൽ വൈകുന്നേരം വരെയൊക്കെ മാത്രമേ വെക്കാൻ വേണ്ടി പാടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ അതുപോലെ എന്തെങ്കിലും പ്രശ്നം നമുക്ക് കണ്ണിന് തോന്നുവാണെങ്കിൽ ഉടനെ അത് ഊരി മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളത് ഊരുമ്പോഴും ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന്
ഇരുന്ന് സെറ്റിൽ ആയതിനു ശേഷം മാത്രം ഊരുകയും ഇടുകയും ചെയ്യുക. എനിക്ക് ഒരുപാട് വർഷം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഊരുമ്പോൾ ഇത് നിന്നിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ചൊക്കെയാണ് ഊരുക ഇടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. താഴെ വീണ് പോവുകയും നമ്മളിങ്ങനെ ഒരച്ചെടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെൻസിൻ്റെ പണി തീരും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് സെറ്റിലായിട്ട് ക്ഷമയോടെ മാത്രം ഊരുകയും ഇടുകയും ചെയ്യുക. ഇനി ഞാൻ വന്നിട്ട് എങ്ങനെയാണ് ഈ ലെൻസ് വെയർ ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഞാനിങ്ങനെ ഈ 2 കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 2 കണ്ണിനും ഒരേ പവറാണ്. സോ ഞാൻ എവിടെ ലെൻസ് ഇട്ട് വെച്ചാലും ഒരു കുഴപ്പം വരാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, സോ ഇതിനകത്ത് എൻ്റെ ലെൻസ് ഇരിപ്പുണ്ട്. പറ്റില്ല, കാരണം കണ്ടു കഴിഞ്ഞ് ഇത് മറിയണ്ടോ ഇങ്ങനെയുള്ളത്. അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ഇതിങ്ങനെ കണ്ടോ, കാണുന്നുണ്ടോ? ഇതാണ് കേട്ടോ ലെൻസ്. വളരെ തിന്നായിട്ടുള്ള ഒരു പദാർത്ഥമാണ്. ഇതിങ്ങനെ ഞാൻ പുറത്തെടുത്തിട്ട് ഇതാ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കയ്യിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് കുറച്ച് ലെൻസ് സൊല്യൂഷൻ എടുത്തിട്ട് ഇതിനിങ്ങനെ ഒഴിക്കും. ഒഴിച്ചു, കാണാൻ പറ്റുമെന്ന് അറിയില്ല, കണ്ട ഇങ്ങനെ ഒഴിച്ചിട്ട് ഫാസ്റ്റ് ചെയ്യേണ്ടത് ഈ ചെറിയ വിരൽ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനത് വാഷ് ചെയ്തതിന് ശേഷം ഈ നമ്മൾ പോയിന്റ് ചെയ്യുന്ന ഫിംഗറില്ലേ, ആ ഫിംഗറിൽ ഇതുമാതിരി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ലെൻസ് എടുക്കാൻ. അതിനുശേഷം നമ്മൾ കണ്ണിങ്ങനെ നിവർത്തി പിടിക്കുക. എത്ര നിവർത്തി പിടിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നിവർത്തി പിടിക്കുക. കണ്ണൊക്കെ ഓൾറെഡി വാഷ് ചെയ്തിട്ടിരിക്കണം. ഞാനെല്ലാം വാഷ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. കൈയും കണ്ണും ഒക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. എത്ര നിവർത്തി പിടിക്കാൻ പറ്റുമോ അത്രയും നിവർത്തി പിടിക്കുക. അതിനുശേഷം ഒരുപാട് നേരം ഇങ്ങനെ വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കരുത് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ തടയണ മാതിരി ഫീൽ ആകും. ഇങ്ങനെ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സൊല്യൂഷൻ എടുത്ത് നനയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കണ്ണ് എത്രത്തോളം വിടർത്തുവാൻ പറ്റുമോ എന്നിട്ട് നേരെ നമ്മുടെ കൃഷ്ണമണിക്ക് നോക്കി നമ്മൾ ഓൾറെഡി മനസ്സിനോട് പറയാം, ഇത് ഞാൻ തന്നെയാണ്, ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇടാൻ വേണ്ടി വരുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. കാരണം ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ പറഞ്ഞുകൊണ്ടിരിക്കാം ഞാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് വിടർത്തി പിടിച്ച് ഈ പീലി ഇങ്ങനെ താഴേക്ക് വരാതെ വിടർത്തി പിടിച്ചിട്ട് കൃഷ്ണമണിക്ക് നേരെ നോക്കിയിട്ട് കൊണ്ടുപോയി ഇടാം. അപ്പോൾ ഞാൻ ഇടുന്നുണ്ട്. ഓൾറെഡി ഇട്ട് കഴിഞ്ഞു, ഒരെണ്ണത്തിന് ഇട്ട് കഴിഞ്ഞു. സോ ഞാനിത് എഡിറ്റൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ഇടുമ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഒരു 2-3 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ശീലമായിക്കോളും. സോ ഒരെണ്ണം ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അതേമാതിരി നമ്മൾ ചെയ്യണം. എടുത്തിട്ടുണ്ട്, വാഷ് ചെയ്തു. ഇതാ ഇത്രയും ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഈ കൺമണിയുമായിട്ടുള്ള സെക്ഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ താഴെ കൺമണീൻ്റെ താഴെ അവിടെ ഇവിടെയൊക്കെയാണ് ഇത് ഇട്ട് പോയിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ താഴേക്കും മുകളിലേക്കൊക്കെ കൺമണി ആക്കിയതിന് ശേഷം അതിലേക്ക് ആ കൺമണീൻ്റെ നേരെ സെൻറ്ററിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് നേരെ മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ. അപ്പം ഞാനിത് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 6 മാസത്തേക്കുള്ള കളർഫുൾ ആയിട്ടുള്ള പവേർഡ് ആയിട്ടുള്ള ലെൻസിന് നല്ല കമ്പനീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1200 രൂപയുടെ അടുത്ത് വരും. അതേമാതിരി 1 ഇയറിലേക്കുള്ള പവറുള്ള ലെൻസ്, പക്ഷെ കളറില്ല, പ്ലെയിൻ ലെൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനും ഒരു 1200 റേഞ്ചിൽ തന്നെയാണ് വരിക. പവറും വേണ്ട, ഈ 1 ഡേ യൂസിനൊക്കെയുള്ള കളേർഡ് ആയിട്ടുള്ള ലെൻസസ് ഉണ്ട്. അതിനൊക്കെ ഒരു 500 താഴെ 300-400 അതുപോലെ റേഞ്ചാണ് വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. പിന്നെ അടുത്തത് വന്നിട്ട് എവിടെയാണ് ഇത് ലഭിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ
കണ്ണട ഷോപ്പിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. എങ്ങനെയാണ് ഇത് ഊരുന്നതെന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ വന്നിട്ട് ഇപ്പം ഞാൻ കൈയൊക്കെ കഴുകിയിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ആക്കുക, അതായത് ആ ലെൻസിനെ തൊട്ടിട്ട് പിന്നെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. ഒരിക്കലും ഇത് രണ്ടും കൂടി കൂട്ടി ഇങ്ങനെ മുട്ടാൻ വേണ്ടി ഇതാക്കരുത്. അതിന് മുമ്പേ തന്നെ ഈ ലെൻസ് സൊല്യൂഷനിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നിൽക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാൻ, അത് എനിക്ക് കാണിച്ചു തരാൻ നിർവാഹമില്ല. ഇതിലിങ്ങനെ നിൽക്കും. ഒരിക്കലും അത് കൂട്ടി ഒട്ടാതെയൊക്കെ നോക്കാം. പിന്നെ ഇനി നെക്സ്റ്റും കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് ഇങ്ങനെ എടുക്കും, താഴേക്കാക്കുക, ഇങ്ങനെ എടുക്കണ്ടോ, വന്നിട്ടുണ്ട്. എടുത്തിട്ട് ആ ലെൻസ് സൊല്യൂഷനിലെ ലെൻസ് സൊല്യൂഷൻ മാറ്റി കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. സോ ഞാനിത് ഓൾറെഡി സോക്കറ്റിലാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. സോ ആർക്കെങ്കിലും എന്നെ മാതിരി ബുദ്ധിമുട്ടുകൾ കണ്ണട വയ്ക്കുന്നതുകൊണ്ടുള്ള ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് ടീം ലെൻസിനെ കുറിച്ച് പേടിച്ചിട്ട് അത് യൂസ് ചെയ്യാത്ത ടീമുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ ലെൻസ് വാങ്ങിച്ചോളൂ. ഓക്കെ, ബൈ.